ഹായ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഈസ്റ്ററാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സബ്സ്ക്രൈബർ അന്ന ചോദിച്ചിരുന്നു, ചേട്ടാ ഈസ്റ്ററായിട്ട് വ്ളോഗ് ഉണ്ടോ? ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റർ ഇതുവരെ ആഘോഷിച്ചിട്ടൊന്നുമില്ല. ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. ക്രിസ്മസിന് നമ്മൾ സ്റ്റാർ തൂക്കലും അതുപോലെ തന്നെ എന്താ പറയുക, ചിലപ്പോൾ നമ്മൾ ക്രിസ്മസിന് ഭക്ഷണം പുറത്ത് പോയി കഴിക്കും, അതല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, പ്ലം കേക്ക് മേടിച്ച് കട്ട് ചെയ്യും, അതൊക്കെ ഉണ്ട്. പക്ഷേ ഈസ്റ്റർ അങ്ങനെ ആഘോഷിക്കാറില്ല. മാത്രമല്ല നമ്മുടെ ഏരിയയിൽ പൊതുവെ ക്രിസ്ത്യൻസ് വളരെ കുറവാണ്. ഹിന്ദുസും മുസ്ലിംസാണ് ഈ ഏരിയയിൽ കൂടുതൽ. പത്താങ്കല്ലിൽ, തളിക്കുളത്ത് പത്താങ്കല്ലിൽ ഒരു പള്ളിയുണ്ട്. അവിടെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ അതിലെ പോകുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ ഇത്രയും ക്രിസ്ത്യൻസ് ഉണ്ടോ എന്നൊക്കെ അറിയണത്. ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും ഇവിടെ ഞങ്ങളുടെ സ്കൂളിലൊക്കെ 1-2 പേരൊക്കെ ക്രിസ്ത്യൻസ് ഉണ്ടായിട്ടുള്ളൂ. നേരെ മറിച്ച് ഞാൻ കണ്ടശാങ്കട അപ്പുറം വിളക്കുംകാല് സമാജ സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും അതുപോലെ സെൻറ് തോമസ് കോളേജിൽ പഠിക്കുമ്പോഴായാലും അവിടെയൊക്കെ ക്രിസ്ത്യൻസാണ് കൂടുതൽ. ക്രിസ്ത്യൻസ്, ഹിന്ദുസ്, അവിടെ മുസ്ലിംസ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റർ അങ്ങനെ ആഘോഷിക്കാറില്ല. പിന്നെ നിങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകയും സോഷ്യൽ മീഡിയയിലെ ഫുഡിൻ്റെ പോസ്റ്റൊക്കെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഒരാഗ്രഹം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്താലോ. ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് ഒരു നസ്രാണി സദ്യ വെക്കാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. അപ്പോൾ അമ്മ ഇവിടെ ഇല്ല, അമ്മ കല്യാണമൊക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ഒരു മൂഡില്ല. പിന്നെ വൈകിട്ടാണ് അമ്മ വരിക. എന്നാൽ പിന്നെ ഡിന്നർ ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു ഡിന്നർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ദീപന് എന്നിട്ട് ഉണ്ടാക്കണ്ടേ? എന്തായാലും കുഴപ്പമില്ല. എന്തായാലും കുഴപ്പമില്ല അല്ലേ? കഴിക്കണമുണ്ട്. ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നോൺ വെജ് വേണോ വെജ് വേണോ? നോൺ വെജ്. അങ്ങനെ പോയിട്ട് വരാം അല്ലേ? എന്താണ് ഐറ്റംസൊക്കെ വഴിയെ കാണാം. സാധാരണ നമ്മൾ എന്ത് ഐറ്റംസ് വാങ്ങാനും വൈമാളിലേക്ക് പോവാം, ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ ഇന്നും വൈമാളി തന്നെയാണ് പോണത്. ഇന്നത്തെ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഞാനൊരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കൂന്തൽ എനിക്കും ദീപുവിനും പിന്നെ ദീപുവിൻ്റെ അമ്മാമ്മയ്ക്കും അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അമ്മ പിന്നെ വെജായതുകൊണ്ട് കഴിക്കില്ല. സംഭവം വൈമാളിയിൽ നിന്ന് ക്ലീൻ ചെയ്ത് കിട്ടും, പക്ഷേ ക്ലീൻ ചെയ്തെങ്കിലും കട്ട് ചെയ്തിട്ടില്ല അവർ. എന്താണെന്നറിയില്ല, സാധാരണ കട്ട് ചെയ്തിട്ട് കിട്ടാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യണു. ദീപം എന്ത് ചെയ്യണു? ഉള്ളി, സബോള പരിപാടികൾ, പച്ചമുളക്, വേപ്പല ഒക്കെ സെറ്റ് ചെയ്യണം. എത്ര ഉള്ളി എടുക്കണം ദീപം? 2 സബോള കേട്ടാ. പച്ചമുളക് ഒരു 3 അരിഞ്ഞോ. ഓക്കെ, റെഡി ആയിട്ട് വേണം പാൽക്കപ്പയും കൂട്ടി ഒരു പിടി പിടിക്കാൻ. ദീപോ, നീ ആദ്യം പെരിഞ്ചീരകം ഒന്ന് ക്രഷ് ചെയ്തെടുക്ക്. ഓ, നല്ല മണം കേട്ടാ, അടിപൊളിയായിട്ട് പൊടിഞ്ഞത് മതി. ആദ്യേ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം മതി. ഇനി മുളക് പൊടി കുറച്ചിട്ടാൽ മതി ഇപ്പോൾ. പിന്നെ നമുക്ക് ഇടാം. മതി. മഞ്ഞൾപ്പൊടി മതി. ഇനി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മതി. കുരുമുളക് പൊടി മതി. ലാസ്റ്റ് ഇടാനേ ഇനി മല്ലിപ്പൊടി വേണം. കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കിട്ടോ. ഓക്കെ, ഗരം മസാല കുറച്ചിട്ടോ. ഓക്കെ, കറിവേപ്പില ഇട്ടോ. ഒരു തണ്ട് കറിവേപ്പില ഇട്ടോ. ഒരു വഴിക്ക് പോകണതിരിക്കട്ടെ കറിവേപ്പില അല്ലേ. ഇതെല്ലാം കൂടി എന്നാൽ ഒരു സ്പൂണേ ഒരു കയ്യിലെടുത്ത് മിക്സ് ചെയ്തേ. ഇത് നല്ല പോലെ മിക്സ് ചെയ്യാം. കുക്കറൊന്ന് പിടിച്ച നല്ല പോലെ അങ്ങനെ മിക്സ് ചെയ്യാം. ഓ, ഒരു സാധനം ഇടാൻ മറന്നു, ഉപ്പ്. ഒരു കാര്യം ചെയ്യും, 1/2 ടീസ്പൂൺ ഉപ്പിട്ടാൽ മതി ഇപ്പോൾ. ഓക്കെ, 1/2 ടീസ്പൂൺ ഉപ്പിട്ടല്ലേ. പിന്നെ ഒന്നും കൂടി ഇങ്ങോട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് അവിടെ വയ്ക്കുക. 10 മിനിറ്റ് വെച്ചതിന് ശേഷം വെള്ളം ഒന്നും ചേർക്കണ്ട. വിസിലടിക്കണം. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ. ഓക്കെ, സബോള അരിയാം, തക്കാളിയും
പച്ചമുളകും. അല്ലെങ്കിൽ വേണ്ടൊക്കെ ഞാൻ തന്നെ അരിയാ. ശരി. നീ ഒരു കാര്യം ചെയ്തോ, ഉം. ആ പാൽക്കപ്പയും മീൻകറി ഒന്ന് ചൂടാക്കി വെച്ചോ. ഓക്കെ. ഉം. കഴിഞ്ഞ ദിവസം ഞങ്ങളെ തൃശ്ശൂർ പൂരം എക്സിബിഷന് പോയിരുന്നേ. അവിടെ നിന്ന് വാങ്ങിയ കത്തിയാണത്. കൂട്ടുകഥ മുറിച്ചേട്ടാ. വാങ്ങിയിട്ട് ഞാൻ വെറുതെ ഇതിൻ്റെ മൂർച്ച ഇങ്ങനെ നോക്കുമ്പോഴേക്കും എൻ്റെ കൈ മുറിഞ്ഞു. അതിൻ്റെ വീഡിയോ ഇതുവരെ വന്നിട്ടില്ല. അടുത്ത് തന്നെ വരും. അടുത്ത 1-2 ദിവസത്തിലുള്ള അത് വരും. അതിന് കുറച്ച് എഡിറ്റിങ്, കുറച്ച് ലെങ്ത്ത് ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം. കൈ മുറിഞ്ഞ് ഞാനതിൽ അപ്പം തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വേർത്ത് കുളിച്ചു. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് കുളിക്കാൻ. കുളിച്ചിട്ട് വേണം ഈസ്റ്റർ സ്പെഷ്യൽ ഡിന്നർ അങ്ങോട്ട് കഴിക്കാൻ. കുളി എന്ന് പറഞ്ഞാൽ രാവിലെ കുളിച്ചിട്ടാ. ഇത് വൈകിട്ടത്തെ കുളിയാണേ. നിങ്ങൾ വിചാരിക്കും ഞാൻ കുളിച്ചിട്ടില്ല എന്നല്ലേ. ദീപു ഉള്ളി ചതച്ചാ പോരെ. അപ്പോൾ ആ ചതയ്ക്കുന്ന സാധനം എടുത്തോ. ഒരൊറ്റ ചതയ്ക്കലാണ് ചതയ്ക്കാം. സിമ്പിളായിട്ട് ഇങ്ങനെ ചതയ്ക്കുന്നത് കണ്ട. ഒറ്റ ചത ഉണ്ടാ. ആ തെറിച്ച് പോയതൊക്കെ ഒന്നുകൂടി കഴുകിയെടുത്തോ. യെസ്, ഡൺ. അപ്പം അത് സെറ്റായി. ഇനി പച്ചമുളക്, തക്കാളി. കുക്കർ തണുക്കുമ്പോഴേക്കേ മസാല ഇങ്ങോട്ട് റെഡിയാക്കാം. ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുക. ഒഴിച്ചോളൂ. മതി മതി മതി, ഞാൻ വെറുതെ പറഞ്ഞ. നീ എണ്ണ ഇങ്ങോട്ട് ചൂടാകുമ്പോഴേ ഇതിലേക്ക് ആ അരിഞ്ഞു വെച്ച ഉള്ളിയും സവോളയും ഇങ്ങോട്ട് ചേർക്കുക. ചൂടാവട്ടെ. ചൂടായി വരണല്ലോ. നീ ഒരു കൈ സഹായത്തിനുണ്ടെങ്കിൽ എത്ര വലിയ ദേഹമാണോ ഞാൻ എടുക്കാൻ. എൻ്റെ ബാലാമണി എന്ന് പറഞ്ഞ മാറ്റൊരു ഡയലോഗില്ലേ. അഗസ്റ്റിൻ നന്ദനതി പറയില്ലേ. നിന്നെപ്പോലൊരു പണിക്കാരി എന്ന് പറയും. ഇട്. ആ ഫുള്ളിട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കും. 1/2 ടീസ്പൂൺ ഉപ്പ്. നല്ല ഗോൾഡൻ ബ്രൗൺ ആവട്ടെ. അതുവരെ അങ്ങോട്ട് വഴറ്റുക. ലേശം ലൈറ്റ് ബ്രൗൺ ആയില്ലേ. ഇതിലേക്ക് നമുക്ക് മസാല ചേർക്കാം. എന്നിട്ട് പിന്നെ ബാക്കി നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ആദ്യം പെരിഞ്ചീരകം കിട്ടോ. പൊടിച്ച് പെരിഞ്ചീരകില്ലേ. പെരിഞ്ചീരകം ഇട്ടോ. 1/2 ടീസ്പൂൺ. ഓക്കെ. ഇനി മുളക് പൊടി കിട്ടോ. അപ്പോൾ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ കിട്ടോ. ഒരു 3-4 ടീസ്പൂൺ കിട്ടോ. ഓക്കെ. ഇനി കുരുമുളക് പൊടി 1/2 മതിട്ടാ. കുരുമുളക് പൊടി 1/2. ഗരം മസാലയും ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. മതി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് ചേർത്തോ. നല്ലതാണ്. ഓക്കെ. കേട്ടോ. ഇരുന്നോട്ടെ. പിന്നെ ഇത് പച്ചമുളക്, തക്കാളി ചേർക്കും. പച്ചമുളക് ചേർക്ക്. തക്കാളി കുറച്ചുണ്ട് ചേർക്കാം. കൈ ചൂടണ്ട കേട്ടോ. ഓക്കെ. ഇനി ഒന്ന് നന്നായിട്ട് വഴറ്റിക്കുക. തെയ്യ് ഒരല്പം കുറച്ച് വയ്ക്കുക. ഒരല്പം കുറച്ച് വയ്ക്കുക. നല്ല ചൂടുണ്ട്. മണം വരണ്ട. ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ടോളൂ. ആ കുരുവൊക്കെ അതിലേക്ക് ഇട്ടോ. പഠിച്ചിട്ടോ. കൈകൊണ്ട്. ഓക്കെ. തക്കാളി നന്നായിട്ട് ഒട്ടഞ്ഞ് വരണം. ചൂടുള്ളത് ഒഴിക്കണ്ട. ഒരു കാര്യം ചെയ്യാം. ആ കൂന്തണ്ട കുറച്ച് വെള്ളം ഒഴിക്കാം. അടിപൊളിയായിട്ട് വെന്തുണ്ട് കേട്ടോ. ഈ വെള്ളമല്ലേ, ഈ വെള്ളം ഒഴിച്ചാൽ മതി. മറ്റേ ചൂടുള്ളൊന്നും വേണ്ട.
കുറച്ച് നേരം മൂടിക്കുക. ഇതൊക്കെ ഒട്ടഞ്ഞ് ഒന്ന് സെറ്റായിട്ട് വറ്റി വരട്ടെ. ഏകദേശം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ ലാസ്റ്റ് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി കൂന്തൽ കേട്ടോ വേവണ്ടേ. കുറച്ച് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചൊരു 1/4 ടീസ്പൂൺ മേലെ വിതറി കൊടുത്തോ. മതി മതി മതി. ഞാൻ കുരുമുളക് പൊടി കുറച്ച് ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് അവിടെ കിടന്നോട്ടെ. ഓക്കെ, ഒന്ന് മൂടി വെച്ചിട്ടാണ് വേവിക്കുക കുറച്ച് നേരം. ഒരു 5-10 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. അങ്ങനെ നമ്മുടെ കൂന്തൽ റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനേ ഈ കൂന്തൽ വേവിച്ചപ്പോൾ അത് റബ്ബർ പോലെ വല്ലാത്തൊരു ഹാർഡായിട്ടേ. അപ്പോൾ ഞാൻ ഗൂഗിൾ ചെയ്തു. അപ്പോൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൂന്തൽ കുക്ക് ചെയ്യണ സമയത്ത് 2-3 മിനിറ്റിൽ ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യണം. അതല്ലെങ്കിൽ സ്ലോ കുക്കിൽ ഒരു 30 to 45 മിനിറ്റ്സ് കുക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 30 to 45 മിനിറ്റ്സ് സ്ലോ കുക്ക് ചെയ്തിട്ടാണ് കൂന്തലാക്കിയത്. അപ്പോൾ അതായത് നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ കുക്ക് ചെയ്യണവർ അതൊന്ന് ശ്രദ്ധിക്കുക. എന്തായാലും 30 to 45 മിനിറ്റ്സ് സ്ലോ കുക്ക് ചെയ്യണതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ അമ്മ എത്തിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് കല്യാണം? നല്ല അടിപൊളി കല്യാണമായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നാ തറവാട്ടിൽ നിന്ന്? പാൽക്കപ്പ ഉണ്ട്, പാൽക്കപ്പ പിന്നെ പനീർ ബട്ടർ മസാലയൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് കുളിച്ചിട്ട് വരാം, എന്നിട്ട് ഫുഡ് അടിക്കാം. ഇത് പാൽക്കപ്പ, പനീർ ബട്ടർ മസാല, നൈസ് പത്തിരി, അത് കേരക്കറിയാ, മുളകിട്ട് വറ്റിച്ച കേരക്കറിയില്ലേ. പിന്നെ നമ്മളുണ്ടാക്കി കൂന്തൽ റോസ്റ്റ്. എല്ലാം കഴിഞ്ഞിട്ട് മധുരത്തിന് കുറച്ച് കപ്പ് കേക്കും. കുറച്ച് ടേസ്റ്റ് നോക്കട്ടെ. അമ്മയ്ക്ക് കൊടുത്ത ടേസ്റ്റ് നോക്കിയമ്മ. എങ്ങനെ രസമുണ്ടോ? കപ്പ ഇത്തിരി ഹാർഡല്ലേ? അല്ല, ചില പീസ് സോഫ്റ്റ് ആവുന്നുണ്ട്. എൻ്റെ പൊന്ന് അടിപൊളിയുണ്ടല്ലേ? കറിയുടെ ആവശ്യമില്ല. എന്ത് രസാ കലക്കിണ്ടല്ലേ? നിങ്ങൾക്ക് വിശപ്പില്ല? കല്യാണത്തിന് പോയി വന്നോണ്ടാണ് ഇത് വാങ്ങുമ്പോൾ ഇത്ര പ്രതീക്ഷയില്ലല്ലോ. ദീപോ കുറച്ചുകൂടി പാൽക്കപ്പെട്. ഇനി ആ മീൻ കറി എന്ന് വെച്ചാൽ ഇനി കുറച്ച് ചാറ് ഒഴിച്ചോ പീസ് അങ്ങോട്ട് നീയിരിക്കട്ടെ. പാൽക്കപ്പയും മീൻ കറി എന്താവുമോ എന്തോ. അടിപൊളി. രണ്ടും നല്ല അടിപൊളിയുണ്ട്. ഒരു പീസ് കൂടി വെച്ചിട്ടേ കഴിച്ചോട്ടാ. സൂപ്പർ പീസ് കേട്ടോ. അടിപൊളി മീൻ കറി, അടിപൊളി പാൽക്കപ്പ, രണ്ടും വേറെ ലെവലായിട്ടുണ്ട്. പനീർ ബട്ടർ മസാല കോമ്പിനേഷൻ കറക്റ്റല്ലേ? ഹൈ, നീ നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഓ, 2 കഷ്ണം മീനും പാൽക്കപ്പ എല്ലാം കൂടിയിട്ടാണ് കേട്ടോ. കുറച്ച് പനീർ സൈഡിൽ വെച്ചേ, കുറച്ച് പാൽക്കപ്പ ഒരു കഷ്ണം മതിട്ടോ ദീപ. ഓക്കെ, പാൽക്കപ്പയും പനീറും. കുഴപ്പമില്ല, വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് പിന്നെ ഇത് ഇഷ്ടമാവും. പക്ഷെ മീൻ കറി ഉണ്ടല്ലോ, പനീർ ബട്ടർ മസാല സൂപ്പറായുണ്ട്.
പക്ഷേ ഇതിൻ്റെ കോമ്പോ മീനാണ്. ഇനി നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പനീർ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഇതില്ല ടേസ്റ്റ്. മീനിന് ടേസ്റ്റ് ഇതാണ്, പൊള്ളിക്ക് ടേസ്റ്റ് മീനാണ്. ആ ഇട്ടോ കുറച്ചും കൂടി ഇട്ടോളൂ മതി. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. ദീപ ഓൾറെഡി ടേസ്റ്റ് നോക്കിയതാണ്, നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞു അല്ലേ. സോഫ്റ്റായിട്ടുണ്ട്. 30 to 45 മിനിറ്റ്സ് സ്ലോ കുക്ക് ചെയ്തുണ്ടല്ലോ, അടിപൊളിയാവും കൂന്തലിട്ടമ്മ. കുറച്ച് പാൽക്കപ്പ ഇതിൻ്റെ കൂടെ ഇടാം. ചോദി കുറച്ച് പാൽക്കപ്പയുടെ കളിയാണ് ഈസ്റ്ററായിട്ട്. വേർത്തു അടിപൊളി കൂന്തൽ റോസ്റ്റ്. ഒത്തിരി ചോറ് വേണം, മുള്ളൊന്നുമില്ലല്ലോ. ഇത് പൊതിയ എന്തിട്ട് മീൻചാറല്ലേ. മീൻ കറിയുടെ തനതായ ടേസ്റ്റ് അറിയണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ചോറ് നൈസ്പത്രി പോലത്തെ, ഞാൻ രണ്ടും എടുത്തു. ഇതിൻ്റെ കൂന്തളും കേരയല്ലേ. അടിപൊളി, എല്ലാം അടിപൊളി ഉണ്ടല്ലേ. ഇതിപ്പോൾ പപ്പടല്ലേ അല്ലേ. ഇത് കുറച്ച് കേരക്കറി, കുറച്ച് കൂന്തൽ റോസ്റ്റാണ്. ചാറ് മതി. കേരക്കറിയും ചോറും. എൻ്റെ പൊന്നെ അൾട്ടിമേറ്റ് ഉണ്ട ചോറും കേരക്കറിയും. നെക്സ്റ്റ് കൂന്തൽ റോസ്റ്റ് ചോറും. ഓ ചൂടുണ്ട് ചോറ്. ചൂടാ മതി. അല്ല ചൂടുണ്ട്. അത് കൂടുതലാണ് കൊണ്ടത്, രണ്ട് കൂടുതലാണ്. ഓ ഈസ്റ്റർ ഉഷാറായി. ലുലുന്ന് വാങ്ങി കപ്പ് കേക്കാണ്, അടിപൊളി കപ്പ് കേക്കാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വയറൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ. പിന്നെ ഈ വീഡിയോ വലിച്ചു കിട്ടില്ല. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഞങ്ങൾ തിന്നാണപ്പോൾ കൊതിയില്ല നിങ്ങൾക്ക്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.